ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയിലത്തെ വിശേഷമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കണ്ടമാനം പേര് ഒക്കെ ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റു നോക്കിയപ്പോൾ ഭയങ്കര ഒരു അനക്കമില്ലാണ്ട് കിടക്കുക. കാരണം ഇന്നലെ റോബോട്ടിൻ്റെ പണിയൊക്കെ കഴിച്ച് കയറിപ്പോയിട്ട് വീടൊക്കെ ക്ലീനായിട്ട് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 2 ദിവസം മുമ്പ് വരെ ഭയങ്കര കാറ്റായിരുന്നു. ഇപ്പോൾ കണ്ടു വലിയ അനക്കമൊന്നുമില്ല. അങ്ങനെ എന്താ പറയുക, ഡോണും ഡിവൈനും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇനി പള്ളിയിൽ പോകേണ്ട കാര്യം. സെക്കൻഡ് ട്രിപ്പാണ് ഞങ്ങൾ പോവാട്ടോ. അപ്പോൾ ഞാനും ഡാഡി ഇപ്പോൾ 10 മണിയുടെ കുർബാനയ്ക്കാണ് നീങ്ങണത്, പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 9:30 ആകുമ്പോൾ പോവും, അല്ലെങ്കിൽ നമുക്കവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കും പള്ളിയിലത്തെ കാര്യങ്ങൾ, പിന്നെ വീട്ടിലെ പ്രാർത്ഥന, ഇതൊന്നും നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും എപ്പോഴും കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ അവിടെ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ കുർബാന കാണുകയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥന എത്തിക്കുകയാണ്. ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ പറ്റാവുന്ന കാര്യങ്ങൾ, ഇതിപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നടയിൽ ഒരു മെഴുതിരി കത്തിക്കുന്നത്, അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് ഒന്നിച്ചുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞാൽ അത് എനിക്കെന്തോ തൃപ്തിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഇത്രയും നാളായിട്ടും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കാറില്ല. പിന്നെ പറ്റാവുന്ന കാര്യങ്ങൾ പറ്റാവുന്ന പോലെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാതാവിന് തിരിയൊക്കെ കത്തിച്ച് ഞാൻ വിചാരിച്ചു ചായയും ഞാനും ഡാഡിയും സ്വതവേ ചായയും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ടാണ് പള്ളിയിലേക്ക് പോകുക. അല്ലെങ്കിൽ 2 പേർക്കും തലചുറ്റും. പിന്നെ 10 മണിയുടെ കുർബാന എന്ന് പറഞ്ഞാലും ഞങ്ങൾ 9:15 ഒക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. കാരണം അവിടെ ഒന്ന് ഇരിക്കാനായിട്ടൊരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ പോലെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. നടന്ന് എന്തോരം പണി വേണമെങ്കിൽ എടുക്കാം, ഞാൻ പറയാറില്ലേ നിങ്ങളോട്. പക്ഷേ എനിക്ക് നിന്നിട്ട് കുറേ നേരം നിൽക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ടിന്ന് കൂടുതൽ കാണും. ഇത് വേറൊന്നുമല്ല, ഈ കുട്ടികൾക്ക് എന്തോ ഒരു പാൽപ്പൊടി വന്നത്, അതിലെന്തോ കുട്ടികൾക്ക് എന്തോ പറ്റിയില്ല. അപ്പോൾ അത് നമ്മുടെ പിള്ളേർസിന് പട്ടിക്കുട്ടികൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഡിവൈൻ തന്നതാട്ടോ. ഇതുപോലെ തന്നെ ഡിമ്പിളുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ കിടാങ്ങൾക്ക് പറ്റില്ല, അവർക്ക് തീരെ പറ്റില്ല. പതിവില്ലാണ്ടൊരു പുതിയ മിൽക്ക് പൗഡർ വാങ്ങിക്കുമ്പോൾ അവർക്കത് പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സംഭവമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചായ വെക്കുകയെന്ന്. ചായ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം വെച്ച് പഞ്ചസാര ഇട്ട് ഒരു ഞാൻ ഏലക്കായ ഓൾറെഡി പൊടിച്ച് വെക്കും എപ്പോഴും. ഏലക്കായയുടെ ആ പൊടി ഞാൻ ഇഞ്ചിക്ക് പകരം ചുക്കുപൊടിയാണ് ഇട്ട്, തുണ്ട് ചുക്കുപൊടി ഇട്ട് നന്നായി തിളയ്ക്കുമ്പോൾ ചായപ്പൊടി ഇട്ട്, അത് കഴിഞ്ഞ് മിക്കവാറും ഗുഡ് ലൈഫാവും അല്ലെങ്കിൽ സാധാരണ പാലാവും. അങ്ങനെ ഒഴിച്ച് എന്താ പറയുക, നല്ലോണം വെട്ടി തിളയ്ക്കാനായിട്ട് കാത്തു നിൽക്കും. അപ്പോൾ ഇന്നലെ ഡിവൈൻ്റെയിലും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെട്ടി. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചായ ഇലയാണ്. അപ്പോൾ ചായ ഇലയാകുമ്പോൾ നന്നായി വെട്ടി തിളയ്ക്കണം. മറ്റേ പൊടി പോലെയല്ലല്ലോ, ഇലയാകുമ്പോൾ അതൊന്ന് നന്നായി തിളയ്ക്കണം. അത് കഴിഞ്ഞ് ചൂട്ടോടെ തന്നെ അത് അരിക്കണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചായ വെച്ച് ഞാനും ഡാഡിയും പൂരിയായിരുന്നു അന്ന്. അപ്പോൾ ഞാനും ഡാഡിയും പൂരിയും മസാലയൊക്കെ കഴിച്ച് ഞങ്ങൾ പള്ളിയിലേക്ക് പോകാനുള്ള പുറപ്പാടായി. അപ്പോൾ കുട്ടികളെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് അവർ മാർക്കറ്റിൽ പോയിട്ട് വരുള്ളൂ. അപ്പോൾ ഇവിടെ പാച്ചുട്ടൻ്റെ അവിടെ നിന്ന് ഞാൻ വിളിച്ചപ്പോൾ ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പാച്ചുട്ടൻ എന്താ ചെയ്യണേന്നുള്ളത് അയച്ചു തന്നതാണ്. പാച്ചുട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ റൂമിലിരുന്ന് പഴയ വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കാണലാണ് അവൻ്റെ മെയിൻ ഹോബി. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കിത് എന്തോ ഭയങ്കര ഒരു സങ്കടം തോന്നിട്ടാണ്. കാരണം അവന് വല്ലാണ്ട് മിസ് ചെയ്തു. ഇവിടെ തോമും ചാക്കോച്ചനായിട്ടുള്ള കളിയാണല്ലോ ഫുൾ ടൈം. അപ്പോൾ അവനത് മുഴുവൻ ഇങ്ങനെ ഇരുന്ന് കാണുകയും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അയക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്കും അവരെ തോമോ അത് മിനിറ്റിന് ചോദിക്കും പാച്ചു എവിടെ എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന് എന്തുണ്ടായെന്ന് വെച്ചാൽ ഞങ്ങൾ പള്ളിയിൽ നിന്ന് തിരിച്ച് വന്ന സമയത്ത് ഇവർ മാർക്കറ്റിലും ഇതൊന്നും പോയി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗേറ്റ് ലോക്ക്ഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അക്കീരോടേക്ക് പോയി. പിന്നാലെ ഇവരും അക്കീരോടേക്ക് വന്നു. അക്കിക്ക് എന്തോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കൊടുത്തിട്ട് അവർ ആദ്യം പോന്നു. ഞങ്ങൾ 3 പേരും, ഞാനും ചേച്ചിയും 3 ചേട്ടന്മാരും കൂടി ഇരുന്ന് കുറേ നാട്ടുവിശേഷവും വീട്ടുവിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നു. അപ്പോഴേക്കും ഇവിടെ ഡിവൈൻ ഓൾറെഡി ഓരോ സാധനങ്ങൾ ഒതുക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം, നിങ്ങൾക്കറിയാമല്ലോ ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുള്ള പരിപാടികൾ. അപ്പോൾ ഞാൻ വേഗം സെക്ഷനായിട്ട് ഒതുക്കി വെച്ചു. അപ്പോൾ പട്ടിക്കുള്ള ഇറച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അധികം കൊത്തി നുറുക്കാണ്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ രാത്രി എല്ലാ പണിയും കഴിഞ്ഞ് അതൊക്കെ നുറുക്കി വേവിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ.
ഇത്തിരി ബുദ്ധിമുട്ടായി അത്. എന്നാലും സാരമില്ല, അവർക്കുള്ള കാരണം നല്ല തിരക്കുള്ള ദിവസമാകുമ്പോൾ അവരത് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ സുലു ഫിഷ് ബിരിയാണി ഉണ്ടാക്കണതിൻ്റെ വീഡിയോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയോ വന്ന് ഇതിൽ കയറി പറ്റിയത് കേട്ടോ. ദം ബിരിയാണി ഉണ്ടാക്കണതാണ്. അപ്പോൾ അത് വന്ന് കയറി പറ്റിയതാണ്. ഇത് ഞാൻ ചെയ്യണ സംഭവമല്ല കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഡിവൈൻ ഇന്ന് മറ്റേ വഴുതനങ്ങ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫും മറ്റേ തേങ്ങ കൊത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മോരുകറി ഉണ്ടായിരുന്നു. പിന്നെയും ഉണ്ടായിരുന്നല്ലോ എന്തൊക്കെയോ ഉണ്ട്. ചാള വറുത്തത്, നല്ല കുട്ടി ചാളയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള ചാള. അപ്പോൾ ഡിവൈൻ അവിടെ അത് ചെയ്യണ സമയം കൊണ്ട് ഞാനിവിടെ ഓരോന്ന് ബോക്സുകളിലേക്ക് ആക്കി, നിങ്ങൾക്കറിയാലോ എൻ്റെ പണിയാണിത് എന്നുള്ളത്, ആക്കി അങ്ങോട്ട് വെച്ചു. അപ്പോൾ ഇവിടെ കുഞ്ഞാളുടെ പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒതുക്കി വെക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ച് വാരിയിടുക എന്നുള്ളതാണ് ചാക്കോച്ചൻ്റെ പണി കേട്ടോ. ഞാനിവിടെ വയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് കൊണ്ടുപോകും. അങ്ങനെ ഞാൻ ഫസ്റ്റ് പട്ടിയുടെ ഇറച്ചിയാണ് ഇന്ന് സെറ്റാക്കി വെച്ചത് കേട്ടോ, സെക്ഷൻ തിരിച്ച് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ ബോൺലെസ്സാണ്, ഇത് 2 ബോക്സ് ബോൺലെസ് വെച്ചിട്ട് പിന്നെ 2 ബോണുള്ളത്. അപ്പോൾ നമുക്ക് സൂപ്പിനോ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. സൂപ്പ് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റായിരുന്നു, കാണുമ്പോൾ തന്നെ ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. കാണുന്ന പോലെയല്ല, കഴിക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇപ്പോൾ ഈ കുട്ടി ബോക്സിൽ ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പാസ്റ്റ അല്ലെങ്കിൽ ഇതുപോലെ സൂപ്പിലേക്കൊക്കെ വേണ്ടിയിട്ട് വെക്കണ്ട കേട്ടോ. സൂപ്പിലേക്ക് അധിക ഭാഗം എല്ലാം ഉള്ള ഇറച്ചിയാണ് വെക്കുക കേട്ടോ. അങ്ങനെ കുട്ടിച്ചാള ഞാൻ പറഞ്ഞില്ലേ, 1.5 കിലോ 100 രൂപ എന്ന് അങ്ങോട്ട് പറഞ്ഞേന്ന് തോന്നുന്നുണ്ട് ഡിവൈൻ. അപ്പോൾ അതുപോലെ അയില ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയിലയുടെ തല മാറ്റി വെച്ചു കറി വെക്കാൻ വേണ്ടിയിട്ട്. ബാക്കി മറ്റേ ഭാഗം വരഞ്ഞ് മാറ്റി വെച്ചു. മറ്റേത് ഓൾറെഡി ഡിവൈൻ മിളക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാള. അപ്പോൾ അത് ഞാൻ 2 പാത്രത്തിലാക്കി വെച്ചു കൊടുത്ത് വറുക്കാൻ വേണ്ടിയിട്ട്. തല വെക്കാൻ വേണ്ടി വെച്ചു, അയിലയും വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ഇനി എന്തെങ്കിലും ഒരു ചാറ് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാത്രം എടുത്തിട്ട് കാലിയാക്കല്ലേ വേണ്ടു. അങ്ങനെ ഞാൻ ചിക്കനും വെച്ചു, ഒതുക്കി വെച്ചു, മീനും വെച്ചു. ഇനി അടുത്തത് കൂർക്കയാണ്, പിന്നെ ബീഫാണ്, അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ബീഫ് ഇതുപോലെ വേവിച്ചിട്ടാണ് മാറ്റി വയ്ക്കുക. ചാറായിട്ട് ഒന്ന് വയ്ക്കും, കട്ട്ലേറ്റിലേക്ക് കുറച്ച് ബാക്കി വയ്ക്കും, പിന്നെ റോസ്റ്റ് ചെയ്യാനായിട്ട് ബാക്കി വയ്ക്കും, അങ്ങനെയാണ്. പിന്നെ റോസ്റ്റ് ചെയ്യാനുള്ള പീസ് ഓൾറെഡി എടുത്തു. അപ്പോൾ ഞാൻ അക്കിരോടെ നിന്ന് വരുമ്പോൾ കൊള്ളിയും ബോട്ടിയും ഞാനും ഡോണും മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ദേ ദം ബിരിയാണിയുടെ ബാക്കി ഇതാ ദമ്മ് വയ്ക്കുന്നത്, സുലു ദമ്മ് വയ്ക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ഞാനും ഡോണ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ വസന്തേച്ചി ഞങ്ങൾക്കൊരു ബോക്സിലാക്കി തന്നതാണ്. വസന്തേച്ചിക്ക് വലിയ പാത്രത്തിലാക്കണ്ട, ഞാൻ പറയും ഇത് തന്നെ ധാരാളമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഓരോ സംഭവങ്ങൾ ഒതുക്കുമ്പോൾ അതിൽ നിന്ന് ഓരോ സ്പൂൺ തിന്നിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞത് 2:30 ആയപ്പോഴേക്കും ഞങ്ങളുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചെറുതായിട്ടൊരു തല ചുറ്റണമെന്നൊരു തോന്നൽ. കാരണം എനിക്ക് അവിടെ സംഭവം കുറേ പാത്രങ്ങൾ കഴുകാനും എടുക്കാനൊക്കെ ഉണ്ടെങ്കിലും എനിക്കൊന്നിനും അങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് സുലു ഉണ്ടാക്കിയ പാലൂട എന്നങ്ങോട്ട് പറഞ്ഞു കേട്ടോ. എനിക്ക് പേരങ്ങോട്ട് കറക്റ്റായില്ല. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ചോദിച്ചിട്ട് വേണം എനിക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് അയച്ചു തന്നതാണ്, പക്ഷെ അതറിയാണ്ട് ഇതിൽ ആഡായിപ്പോയി കേട്ടോ. അപ്പോൾ സാരമില്ല, നിങ്ങൾക്കും കൂടി ഞാൻ പിന്നീട് അത് റെസിപ്പി പറയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഞാൻ പ്രഷറൊക്കെ നോക്കിയപ്പോൾ ഒരു ചെറിയ ലോ പ്രഷറാണ്. അപ്പോൾ ഞാൻ ഉപ്പിലിട്ടതൊക്കെ കഴിച്ച് ഞാൻ കിടന്നു, സുഖമായിട്ട് ഉറങ്ങി കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ഡിവൈൻ പറഞ്ഞു മമ്മി ഒന്ന് ഉറങ്ങി കഴിയുമ്പോൾ ശരിയായിക്കോളുന്നു. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി എണീറ്റപ്പോഴാണ് ഡോൺ പറയണത് നമുക്ക് ലുലുവിലേക്ക് ഒന്ന് പോകാം, മമ്മി ഇങ്ങനെ കിടക്കണ്ട നമുക്ക് ലുലുവിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡി ഓൾറെഡി ഇല്ല എന്ന് പറഞ്ഞു, കാരണം മാച്ചാണ്. ഡിവൈൻ പറഞ്ഞു കുട്ടികളെയും കൊണ്ടില്ല, മമ്മി മോനും പോയിട്ട് വായോ എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഇറങ്ങി. ഞങ്ങളങ്ങനെ 2 പേരായിട്ട് കുറേ കാലങ്ങളായി പോയിട്ട്. അപ്പോൾ ഞങ്ങൾ 2 ആളും കൂടി ഇറങ്ങി. പിന്നെ നല്ല തിരക്കാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് കാണാം, വെറുതെ ഒരു നേരം, ഞങ്ങൾക്ക് തൊട്ടടുത്താണല്ലോ. എന്നാൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഡാഡി എന്തായാലും മാച്ച് വെച്ചിട്ട് ഇരിക്കും, ഡിവൈനും കുട്ടികളും ഒരു സ്ഥലത്തും. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കേണ്ടേ, അപ്പം നമുക്ക് ഒന്നിച്ച് പോകാമെന്നാണ്. അപ്പം എന്നാൽ ഓക്കെ എന്നിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ മക്കളെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള തിരക്ക്, റോട്ടിൽ എന്ത് തിരക്കെന്നാ പറയുക. ഞങ്ങൾക്ക് വളരെ അടുത്താണ്. അപ്പോൾ ഇന്നാൾ ഒരു കുട്ടി പറഞ്ഞായിരുന്നു ഞങ്ങൾ മണ്ണുത്തി, നടത്തറ, ഹൈലൈറ്റ് മാള് ഇതൊക്കെ പോയപ്പോൾ ആൻറ്റീനെ ഓർത്തു എന്ന് പറഞ്ഞു. ശരിക്കും ഇതിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ആ പരിസരങ്ങൾ തന്നെ പറയാൻ വേണമെങ്കിൽ. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ പോയി, ഞാനും ഡോണും ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ്, നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ബ്ലോക്ക് ഇവിടെ നിന്ന്. ശരിക്കും എനിക്ക് തോന്നുന്നു കുട്ടനിലൂർ ആ വശത്തായപ്പോഴേക്കും നല്ല ബ്ലോക്കായിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ ബ്ലോക്കിൽ കൂടെ കടന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പം ഇവിടെ പാച്ചുട്ടൻ ഫോൺ ചെയ്യണതാണ് ഇപ്പോൾ ഈ കാണുന്നത് ഡോണിനെ. അപ്പോൾ ആദ്യം ഒന്ന് വിളിച്ചു, പിന്നെയും വിളിച്ചു, 2-3 വട്ടം വിളിച്ചപ്പോൾ ഡോൺ പറഞ്ഞു എടാ അമ്മ വീട്ടിലുണ്ട്, അമ്മയെ വിളിക്കുകയെന്ന് പറഞ്ഞു. അതായത് ഡിവൈനെയാണല്ലോ അമ്മ എന്ന് വിളിക്കുക. അമ്മേനെയും തോമു വീട്ടിലുണ്ട്, അമ്മേനെ അവിടേക്ക് വിളിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നല്ല ഇവിടെ ഉള്ളപ്പോഴും ഡോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്.
ഡോണും അപ്പാപ്പനും എന്നെയാണ് പിന്നെയും ഒരു 3-ാം സ്ഥാനം. അപ്പാപ്പനും ഡോണുമാണ് 1-2 സ്ഥാനം കേട്ടോ. 3-ാം സ്ഥാനം എനിക്ക് തോന്നുന്നു ഡിവൈനാവും. 1-ാം സ്ഥാനം തോമൂനോ എനിക്കാവും ചിലപ്പോൾ ഉള്ളതിലേക്ക് ഏറ്റവും ലാസ്റ്റ് സ്ഥാനം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാണുക, കുട്ടികളല്ലേ, അവർക്ക് പറഞ്ഞറിയിക്കാനൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങളിതേ ലുലുവിലേക്ക് എത്തിയിട്ടോ. അങ്ങനെ ലുലുവിൽ അവിടെ കയറുമ്പോൾ തൊട്ട് നല്ല തിരക്കാണ്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു അത്ര തിരക്കൊന്നുമില്ല, കാരണം പാർക്കിങ്ങിൻ്റെ അവിടെയൊന്നും വലിയ ബഹളമൊന്നും കണ്ടില്ല. അങ്ങനെ ഞാനും ഡോണും ഇങ്ങനെ ഓരോന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 3-ാമത്തെ വട്ടം തോന്നുന്നുണ്ട് പോണത്. ഡോൺ എനിക്ക് തോന്നുന്നു 4-5 വട്ടമായി തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങി കാറിൻ്റെ പാർക്ക് ചെയ്ത നമ്പറും കാര്യങ്ങളൊക്കെ നോക്കി ഇതിലിറങ്ങിയപ്പോഴാണ് കാണുന്നത് തൃശ്ശൂർ പൂരത്തിനുള്ള ആളെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇത് ലുലു മാൾ മാത്രമാണ്. ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റ് മാളല്ല, സൂപ്പർ മാർക്കറ്റ് മാത്രമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. കാരണം ഞങ്ങൾ അവിടെ മാത്രമേ പോയുള്ളൂ. എൻ്റെ മക്കളെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അതിനേക്കാളധികം തിരക്കുണ്ടാവും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അത്യാവശ്യം സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിറങ്ങി. വരുന്നുണ്ടോ ചോദിക്കും തോമുനോട് വായോ എന്ന് പറയും. ചാക്കോച്ച എവിടെ ചോദിക്കേ? ചാക്കോച്ചൻ ഡോൺ എവിടെയെന്ന്? ഡോൺ എന്താ കട്ട് ചെയ്തേ? എന്തിനാ കട്ട് ചെയ്തത്? എന്താ കട്ട് ചെയ്തേ? അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാച്ചുട്ടൻ വർത്താനം പറയണത് കേൾപ്പിച്ചോളോ, അതുപോലെ കുട്ടികളുടെ വോയിസ് ഉള്ളത് സംഭവം കേൾപ്പിച്ചോളോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങൾക്കതൊന്ന് കേൾപ്പിച്ച് തരാമെന്ന് വെച്ചിട്ടാട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമു കോട്ടയത്ത് പോയാലും പാച്ചു മുനമ്പത്ത് പോയാലും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണം, സംസാരിക്കണം, എന്താ പറയുക, ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ അവർ 3 പേരും കൂടിയുള്ള കളിയും ചിരിയും ബഹളവും. പിന്നെ ഇപ്പോൾ സ്കൂളിൽ പോയാലും അവരൊന്നിച്ച്. അപ്പോൾ അതുകൊണ്ട് തോമു അതേ മിണ്ടുമ്പോൾ പാച്ചുവിനെ അന്വേഷിക്കും, പാച്ചു അതേ അവിടെ ചെന്നാലും തോമുവിനെ അന്വേഷിക്കും. അങ്ങനെയാണ് കേട്ടോ അവരുടെ ലോകം. അപ്പോൾ നമുക്കത് കാണുമ്പോൾ
ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവൻ പറയണത് മുഴുവൻ XUV പൊട്ടി XUV എവിടെയോ തട്ടിയിട്ട് ചെറിയ എന്തോ പറ്റിയിട്ടുണ്ട്, അതാണ് അവൻ ഭയങ്കര സംഭവമായിട്ട് തോമുവിനോട് പറയുന്ന വിശേഷം കേട്ടോ. പിന്നെ അവൻ അന്വേഷിക്കുക ഡോണിനെയാണ്, പിന്നെ അപ്പാപ്പനെ, അങ്ങനെയൊക്കെയാണ് അവൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇതേ പരിപാടികൾ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഡോൺ എനിക്ക് ഇതിൻ്റെ പാർക്കിംഗ് മമ്മി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. നോക്കിയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ റോട്ടിൽ ഫുൾ വണ്ടികൾ, അത് കൂടാണ്ട് കുറച്ചങ്ങോട്ട് പോരുമ്പോൾ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ പറമ്പിൽ മൊത്തം പാർക്കിങ്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു കുട്ടല്ലൂർ അങ്ങേ ഓപ്പോസിറ്റ് വഴിയിലേക്കുള്ള വഴി വരെ നിറച്ച് വണ്ടികൾ പാർക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ്, ഈ ഭാഗമൊന്നും എനിക്കറിയില്ല, അപ്പോൾ അവൻ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോയതാണ്. ഇതൊരു അമ്പലം അവിടെ ഉള്ളതാണ്, എനിക്ക് ഏതമ്പലമാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അവിടെ നിന്ന് ഇടത്തോട്ടേക്ക് പോകുമ്പോൾ അമ്പലത്തിൻ്റെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിലൊക്കെ നിറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് കേട്ടോ. ഫുൾ വണ്ടികളാണ്. നമ്മൾ കല്യാണം എന്ന് പറയാൻ പറ്റില്ല, വല്ല പൂരം വാലിക്കൊക്കെ പോകുമ്പോൾ പൂരത്തിന് പാവർട്ടി പെരുന്നാളിന് ഇതിനൊക്കെയാണ് ഞാൻ ഇതുപോലെ വണ്ടികൾ ഓരോ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിട്ട്, പിന്നെ തൃശ്ശൂർ ഇവിടെ പൂരം എക്സിബിഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കണ്ടേക്കണം. പക്ഷേ അതിൻ്റെയും 2 ഇരട്ടി വണ്ടികളാണ് കണ്ടോ. ഇവിടെയൊക്കെ ഫുള്ള് പാർക്കിംഗ് ഏരിയയിൽ ഫുള്ളാണ്, ഗ്രൗണ്ടിൽ ഫുള്ള്, റോട്ടിലൊക്കെ ഇങ്ങനെ വണ്ടി ഇട്ടിട്ടാണ് ആൾക്കാർ ലുലുവിലേക്ക് ഹൈലൈറ്റ് മോളിലേക്ക് വരണത് കേട്ടോ. ശരിക്കും ഹൈലൈറ്റ് മോളിൽ നിന്ന് ആരുടെയും വായൽ വരുന്നില്ല, എല്ലാവരുടെയും വായൽ ലുലു മോളിൽ നിന്നാണ് വരണേ കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഒരുവിധം എല്ലാ മോളുകളിലും പോവുകയും സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, അങ്ങനെ ഓഫർ പറയാനാണെങ്കിൽ ലുലുവിൽ അങ്ങനെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും പ്രിഫർ ചെയ്യുക റിലയൻസ് ആണ്. അത് ബിഗ് ബസാർ ഉണ്ടായിരുന്ന സ്ഥലത്ത് റിലയൻസ്, അതുപോലെ ബിസ്മി, ഇവിടെയൊക്കെയാണ് ബിസ്ക്കറ്റും പലചരക്ക് സാധനങ്ങളും വാങ്ങിക്കാൻ ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതുപോലെ ഫുഡ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് നെസ്റ്റോയിലാണ്. നെസ്റ്റോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഫുഡും അതനുസരിച്ച് അത്ര വിലയില്ലാണ്ടുള്ള സംഭവങ്ങളും നല്ല ഇതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഹൈലൈറ്റ് മോൾ എനിക്ക് തോന്നുന്നു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും, പിന്നെ അലുവയുടെ സെക്ഷൻ കുറച്ച് കൂടുതലുണ്ട്. അല്ലാണ്ട് അങ്ങനെ നമ്മൾ അതിനു വേണ്ടി അവിടേക്ക് പോവുക എന്ന് തോന്നാവുന്ന ഒരു സംഭവം ഞാൻ കണ്ടില്ല. പിന്നെ ടൗൺ എന്താ പറയുക, എന്തോ ഞാൻ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇപ്പോഴായാലും ബിസ്ക്കറ്റ് അങ്ങനെ അധികം വാങ്ങിയില്ല. ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് ബിഗ് ബസാറിൽ നിന്ന് വാങ്ങിക്കാം. ഇതിപ്പോൾ ഡിവൈന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, മറ്റേ ബേൽപൂരി ഇതൊക്കെ. അപ്പോൾ സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഇങ്ങനെ നെസ്റ്റോയിലേക്കോ ഇവിടേക്കോ പോകുമ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡ് നമ്മൾ കൊണ്ടുവരാറാ പതിവ്. അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ വാങ്ങിക്കാൻ നോക്കിയപ്പോൾ അങ്ങനെ അത്ര എന്താ പറയുക വാങ്ങിക്കണം എന്ന് തോന്നിയത് ഒന്നും കണ്ടില്ല. അതുപോലെ ആരുടെയും കയ്യിലും സാധനങ്ങൾ വാങ്ങി കണ്ടില്ല. ആർക്കും അങ്ങനെ എന്താ പറയുക, നെസ്റ്റോയിൽ എന്ന് പറഞ്ഞാൽ ചെന്ന് നമ്മൾ ബില്ലിടാൻ നിൽക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഈ ഫുഡ് ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം ബിസ്ക്കറ്റുകൾ മാത്രം വാങ്ങിച്ചുള്ളൂ. ഒരേ കൊച്ചു നിങ്ങൾ അറിയാലോ, കുറേ ഡോണിന് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്സാണ്, പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനായിട്ടും. അതുപോലെ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് രാത്രിയിലേക്ക് എന്നാൽ വേറെ കുബൂസ് അങ്ങനെ വാങ്ങിക്കാൻ നോക്കിയപ്പോൾ കുബൂസ് ഭയങ്കര ഹാർഡായിട്ടുള്ള കുബൂസ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതും വേണ്ടാന്ന് പറഞ്ഞിട്ട് തൽക്കാലം പത്തിരിയാണ് വാങ്ങിച്ചത്. പക്ഷേ പത്തിരിയും അത്ര നല്ലതല്ല, ഇത്തിരി ഒരു വിറങ്ങിലിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനിപ്പോൾ അവിടെ AC-യുടെ ഇതാണോ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇതേ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പനും മക്കളും എന്താ കയറി. പക്ഷേ ഭക്ഷണം കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഞങ്ങൾ വന്ന നേരമാണിത്. അത് കഴിഞ്ഞ് അവർ ഡോൺ കുട്ടികളെയൊക്കെ ഉറക്കിയതിന് ശേഷം വരുമ്പോഴേക്കും ഞങ്ങൾക്ക് കുറേ ഓർഡറും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഇതെല്ലാം ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിൽ പോയി വന്നപ്പോഴും അക്കിടോടെ പോയി വന്നപ്പോഴൊക്കെ കുറേ ലേറ്റായി. പിന്നെ ഫുഡ് കഴിച്ച് ഞാൻ ഒന്ന് കിടന്നുറങ്ങിയൊക്കെ വന്നപ്പോൾ പണികൾ ഇരട്ടിയായി. നമ്മളെപ്പോഴും പറയില്ല അപ്പാപ്പളത്തെ പണി അപ്പാപ്പ കഴിച്ചാലേ കാര്യമുള്ളൂ എന്ന്. ഇത് നമ്മുടെ ഷുഗർ ഫ്രീയുടെ കൊക്കക്കോള കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഹൈലൈറ്റ് മോളിൽ നിന്ന് ലുലു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിയ അച്ചാറ് 3 തരം, ഗാർലിക് പിക്കിളും, പിന്നെ നമ്മുടെ പൈനാപ്പിൾ കാന്താരിയും, പിന്നെ ഡേറ്റ്സ് പിക്കിളും. പക്ഷേ എനിക്ക് മറ്റേ നെസ്റ്റോയിനേക്കാളും കുറച്ച് വില കൂടുതലായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഇത് നമുക്ക് നാളെ ഒരു മാമോദീസയുണ്ട്. അപ്പോൾ മാമോദീസയ്ക്ക് കുഞ്ഞാവയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള തൊട്ടിലിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ഉപകാരമുള്ള സാധനം കൊടുക്കല്ലേ നല്ലത്. അപ്പോൾ അത് അങ്ങനെ വാങ്ങിച്ചു. പട്ടിയുടെ ഇറച്ചിത വേവിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞ് അവർ പോയിട്ടോ. അപ്പോൾ ഞാൻ അവസാനത്തെ മിനുക്ക് പണി എപ്പോഴും ഞാൻ കണ്ടിട്ടില്ലേ, ഞാനാണ് ചെയ്യാറ്. അപ്പോൾ ഇത് പഴയതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് മുമ്പ് യൂസ് ചെയ്തത് ഇന്ന് മറ്റേ കഞ്ഞിയോ ഇറച്ചിയോ എന്തോ തിളച്ച് പോയപ്പോൾ
ഇതുമൊക്കെയായി. അപ്പോൾ പുതിയത് ഞാൻ എടുത്തതാണ്. ഇത് വേറെ ഒന്നുമില്ല, നമ്മളുടെ ആദ്യം എനിക്ക് അക്കിയാണ് ഡാളിയാണ് ഫുള്ള് ചെയ്ത് തന്നിരുന്നത് ഇങ്ങനെയായിട്ട്. അതായത് ഇത്രയും ഉണ്ടായിരുന്നില്ല, പകുതി വീതിയിൽ ഇങ്ങനെ 4 ഭാഗവും വെറുതെ ഒരു 3-4 ലെയർ തുണി മടക്കിയിട്ട് അടിക്കുകയാണ് ചെയ്യുക. അടിക്കുമ്പോൾ നമുക്ക് കൈക്കല തുണി, അതായത് തടത്തുണിന്നോ അങ്ങനെ പലയിടത്തും പല ഭാഷയിലും പല പേരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ മേശ തുടയ്ക്കാനായാലും ഉപയോഗിക്കാം. അപ്പോൾ ആ സെക്ഷൻ ഇങ്ങനെ വാഷ് ചെയ്തിട്ടപ്പോൾ ഞാൻ ഈ ഒരു ഇതെടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കൊരു വീഡിയോ ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ അത് ഇത് കൂടെ അറിയാണ്ട് വന്നു പോയതാണ്. അപ്പോൾ എന്തായാലും വന്ന നിലയ്ക്ക് അത് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു ഞാനും. അപ്പോൾ അത് ഫുൾ പാട്ടാണ്. ആ പാട്ട് നമുക്ക് വെക്കാനും പറ്റില്ല, നമ്മുടെ ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടാണത്. പിന്നെ എന്താ പറയുക, കുറേ നല്ല നല്ല ഫോട്ടോസും കുറേ നല്ല നല്ല ഓർമ്മകളും. അപ്പോൾ ഞാൻ എന്തായാലും അതിൽ വന്നു. ഇനിയിപ്പോൾ ഞാൻ ശരിക്കും ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് 12:30 മണി നേരത്താണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ആദ്യം പുതിയ കട്ട് ചെയ്ത് രണ്ടാമത് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇരട്ടിപ്പണിയാണ്, പിന്നെ എനിക്കറിയില്ല. അപ്പം ഞാൻ ഇനി അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു അതവിടെ കിടന്നോട്ടെ, എന്തായാലും ഫോട്ടോസും കാര്യങ്ങളല്ലേ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലാണ്ടിരിക്കില്ല, അപ്പോൾ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്രിസ്മസിൻ്റെ ഫോട്ടോസും ഇത് നമ്മളുടെ കലണ്ടറൊക്കെ സെറ്റ് ചെയ്ത് തന്നില്ലേ, സുലു അയച്ചു തന്നതാണ് കേട്ടോ ഒരിക്കൽ. അപ്പോൾ അത് എൻ്റെ ഫോണിൽ കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ രണ്ടാമത് അതൊക്കെ ഒന്ന് എടുത്ത് പൊടി തട്ടി നോക്കിയപ്പോൾ അതെനിക്ക് തോന്നുന്നു വീണ്ടും സേവ് ആയതാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ പട്ടികളുടെ ഇറച്ചിയും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, എനിക്കിന്ന് നന്നാക്കേണ്ടി വന്നു എന്ന് പറഞ്ഞില്ലേ, ചെറിയ കഷ്ണങ്ങളാക്കി നന്നാക്കിയിട്ടാണ് ഇന്ന് ഞാൻ വേവിക്കാട്ടത്. അങ്ങനെ അവർക്കൊക്കെ കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ കഴിച്ച് നോക്കിയപ്പോൾ ഞാൻ ഇന്നലെ വരെ ഭയങ്കര കാറ്റായിരുന്നു ഈ പ്രദേശത്ത്. അപ്പോൾ ഇന്ന് അങ്ങനെ കാറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ തടത്തുണി വാഷ് ചെയ്തിട്ടത് ഞാൻ പറഞ്ഞില്ലേ, ചോറാണോ ഇറച്ചിടിയണാവോ കംപ്ലീറ്റ് കുക്കറിൽ നിന്ന് തൂവിപ്പോയപ്പോൾ ഡിവൈന് ഇരട്ടിപ്പണിയായി. അത് അങ്ങനെ കഴുകിയിട്ടത് അത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാംഗോ മറ്റേ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈനത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് കഴിച്ചു. അപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇത് നമ്മുടെ ബട്ടറിൻ്റെ കുഞ്ഞ് ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകി എടുത്ത് വയ്ക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ അതൊഴിച്ച് കട്ടയാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ശരിക്കും ഒരു ഐസ് ബാർ കഴിക്കുന്ന പോലെ കഴിക്കാം. അപ്പോൾ അവർക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് കുളിക്കാനുള്ള പരിപാടിയിലാണ്. കാരണം ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഡാഡി തലയിൽ ഡൈ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. നാളെ ഒരു പരിപാടിക്ക് പോകേണ്ടതല്ല. അപ്പോൾ തല മൊത്തം അവിടെ ഇവിടെയൊക്കെ വെള്ള കളറായി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഡിവൈൻ ഈ ഫ്രണ്ടിൽ മാത്രം ചെയ്തു തരാറാണ് പതിവ്. പക്ഷേ ഇത് തലയിലൊക്കെ ആയപ്പോൾ അത് ഭയങ്കര വൃത്തികേട്. അപ്പോൾ ഡാഡി എനിക്ക് ഡൈ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കൈയോടെ കുളിക്കുകയും വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ലുലുവിൽ പോയ വിശേഷം എനിക്ക് വിശദമായിട്ട് എടുക്കാനോ പറയാനോ നിങ്ങളോട് എനിക്ക് പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ അത്രയും തിരക്കും കാര്യങ്ങളും, പിന്നെ കണ്ടമാനം കുട്ടികൾ എന്നോട് വന്ന് സംസാരിച്ചു. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിച്ചു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.